ഉത്തരാഖണ്ഡിൽ കടയുടെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഒരു മുസ്ലിം കച്ചവടക്കാരനെ ഭീഷണിപ്പെടുത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകരെ ധൈര്യപൂർവ്വം നേരിട്ട ജിം ഉടമ ദീപക് കുമാറിനെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അഭിനന്ദന പ്രവാഹമാണ്. മേരാ നാം മുഹമ്മദ് ദീപക് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വവാദികളെ എതിർത്ത ദീപക് കുമാറിനെ അഭിനന്ദിച്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം നിരവധി നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഈ ധീരത പരിഗണിച്ച് ദീപകിന് ജാർഖണ്ഡ് സർക്കാർ 2 ലക്ഷം രൂപ അവാർഡും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ തുക നിരസിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദീപക്. തനിക്ക് ഈ പണം വേണ്ട എന്നും അത് ആവശ്യക്കാരായ മറ്റാർക്കെങ്കിലും നൽകിക്കോളൂ എന്നുമാണ് 42-കാരനായ ദീപക് അറിയിക്കുന്നത്. ബജ്രംഗ് ദൾ പ്രവർത്തകരെ തടഞ്ഞ സംഭവത്തിൽ ദീപക് കുമാറിനെതിരെ ഉത്തരാഖണ്ഡ് പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. അക്രമികളുടെ പരാതിയിൽ ദീപകിനും കൂടെയുണ്ടായിരുന്ന വിജയ് റാവത്തിനും എതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകനായ ഗൗരവ് കശ്യപ്, ബജ്രംഗ് ദൾ പ്രവർത്തകനായ കമൽ പാൽ എന്നിവരുടെ പരാതിയിലാണ് കുമാറിനും റാവത്തിനും എതിരെ FIR രജിസ്റ്റർ ചെയ്തത്. പ്രവർത്തകരെ ആക്രമിച്ചു, കലാപാഹ്വാനം നടത്തി എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് നടപടി. ദീപക് ഇന്ത്യയുടെ ഹീറോയാണെന്നും ഭയപ്പെടാത്ത തലകുനിക്കാത്ത ദീപക് കുമാരെയാണ് നമുക്ക് ആവശ്യം എന്നുമായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. BJPയും സംഘപരിവാറും ചവിട്ടിമതിക്കാൻ ശ്രമിക്കുന്ന ഭരണഘടനയ്ക്കും മനുഷ്യത്വത്തിനും വേണ്ടി പോരാടുകയാണ് ദീപക്. വെറുപ്പിന്റെ വിപണിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് അദ്ദേഹം. അതാണ് BJP സർക്കാരിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. പൗരന്മാരെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികളെ ഉത്തരാഖണ്ഡിലെ BJP സർക്കാർ പരസ്യമായി പിന്തുണക്കുന്നതായി സംഘപരിവാർ രാജ്യത്താകമാനം വിഷം ചീറ്റുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു. ദീപകിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് എക്സിലൂടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. ജനുവരി 26-നാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ജിം നടത്തുന്ന ദീപക് കുമാർ തന്റെ സുഹൃത്തിന്റെ കടയിൽ ഇരിക്കുമ്പോഴാണ് തൊട്ടടുത്ത കട നടത്തുന്ന വക്കീൽ അഹമ്മദ് എന്ന വയോധികനെ ഒരു സംഘം ആളുകൾ വളഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തുന്നത് കണ്ടത്. അഹമ്മദ് തന്റെ കടക്ക് ബാബ എന്ന് പേരിട്ടതായിരുന്നു അവരുടെ പ്രശ്നം. ഈ വൃദ്ധനെ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു നിൽക്കാനാകാതെ ദീപക് ഇടപെടാൻ ശ്രമിച്ചപ്പോൾ ബജ്രംഗ് ദൾ സംഘം ദീപകിനെ ഭയപ്പെടുത്തി അവിടെ നിന്നും ഓടിക്കാൻ ശ്രമിച്ചു. മറ്റുള്ളവർക്ക് അവരുടെ കടയ്ക്ക് ബാബ എന്ന് പേരിടാമെങ്കിൽ എന്തുകൊണ്ട് അഹമ്മദിന് പാടില്ല എന്നാണ് ദീപക് ചോദിച്ചത്. 30 വർഷം പഴക്കമുള്ള ഒരു കടയാണത്. നിങ്ങൾ ഇതിന്റെ പേര് മാറ്റിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. പേര് ചോദിച്ചപ്പോൾ എന്റെ പേര് മുഹമ്മദ് ദീപക് എന്നാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. തുടർന്ന് കൂടുതൽ പ്രദേശവാസികൾ ദീപകിന് പിന്തുണയുമായി എത്തുകയും ബജ്രംഗ് ദൾ പ്രവർത്തകരെ ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ ചെറിയൊരു സംഘർഷാവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിഷേധം ശക്തമായതോടെ ബജ്രംഗ് ദൾ പ്രവർത്തകർ സംഭവ സ്ഥലത്ത് നിന്ന് പിൻവാങ്ങുകയായിരുന്നു. വക്കീൽ അഹമ്മദിനെ ഭീഷണിപ്പെടുത്തിയ സംഘം അന്ന് അവിടെ നിന്ന് പിരിഞ്ഞുപോയെങ്കിലും ശനിയാഴ്ച കോട്ടദാറിലെ ഒരു പാർക്കിൽ ഒത്തുകൂടിയവർ ദീപകിനെതിരെ മുദ്രാവാക്യം മുഴക്കിയിരുന്നു. പിന്നീട് അവർ അദ്ദേഹത്തിന്റെ വീട് ആക്രമിക്കാനും ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെ ദീപക് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. കോട്ട്ദാറിലെ ദീപകിന്റെ വീടിന്റെ മുന്നിലെത്താനും ഒരു പാഠം പഠിപ്പിക്കാനും ബജ്രംഗ് ദൾ ആഹ്വാനം ചെയ്യുകയായിരുന്നു. ആക്രമണ സാധ്യതയുണ്ടെന്ന് ദീപക് പോലീസിനെ വിവരം അറിയിച്ചു. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദികൾ നിങ്ങളായിരിക്കുമെന്നും അധികൃതരെ അദ്ദേഹം അറിയിച്ചിരുന്നു. തൊട്ടടുത്ത ദിവസം രാവിലെ ഒരു കൂട്ടം ബജ്രംഗ് ദൾ പ്രവർത്തകർ ദീപകിന്റെ വീടിന് മുന്നിലെത്തി. മുദ്രാവാക്യം വിളിച്ചും ദീപകിനെയും വീട്ടുകാരെയും അധിക്ഷേപിച്ചും അവർ ഏതാണ്ട് 7 മണിക്കൂറോളം ആ വീടിന് മുന്നിലുണ്ടായിരുന്നു. അവർ തന്റെ അമ്മയെയും സഹോദരിയെയും കുടുംബത്തെ ആകെയും അധിക്ഷേപിച്ചു. എന്നാൽ അധികൃതർ ഒന്നും ചെയ്തില്ലെന്നാണ് ദീപക് പറയുന്നത്. 2 മണിക്കൂറോളം പോലീസ് തന്നെ ഒരു സെല്ലിൽ അടച്ചതായും അദ്ദേഹം പരാതി പറഞ്ഞിരുന്നു.